ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കത് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മുടെ ഡിഷിൻ്റെ പേര് ചെമ്മീൻ റോസ്റ്റ് എന്നാണ്. അപ്പം നമ്മൾ ചെമ്മീൻ ആദ്യം എടുക്കുക, എന്നിട്ടത് നല്ല വൃത്തിയാക്കി കഴുകി വെള്ളം വാരാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഒന്ന് കുരുമുളക് പൊടിയും ഇടാം. എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെയൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ അതേ പാത്രത്തിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് സബോള, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് ഒക്കെ നിങ്ങളുടെ സൗകര്യത്തിന് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല വഴറ്റി വെക്കുക. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നൊന്നുമില്ല, ഇതൊക്കെ തന്നെ അതങ്ങനെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് സബോള വഴറ്റി വെച്ചതിലേക്ക് നമ്മൾ ഇടാം. എന്നിട്ട് അത് നല്ല ഇളക്കി മിക്സിട്ട് വെള്ളം അടുത്തത് നമുക്ക് ഒരു തക്കാളി എടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഈ കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പിന്നെയും ഉപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഉപ്പ് വല്ലാണ്ട് നോക്കാനൊന്നും അറിയില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച് നമ്മുടെ ചെമ്മീൻ എടുത്തിട്ട് ഇങ്ങോട്ട് പിടയ്ക്കുക. എന്നിട്ട് അതിന് നല്ല മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക. കുറച്ച് നേരം മതി. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾക്കത് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ പുതിയ പാത്രമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ അവസാനം ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കിയതല്ലേ, അപ്പം ഞാൻ തന്നെ തിന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല മണ്ണൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല എരിവുണ്ട്. ഞാൻ എന്ത് എരിവ് ഇട്ടത്? കുറച്ച് എരിവിട്ടുള്ളൂ. മുളക് പൊടി നല്ല എരിവുള്ളതായിരുന്നു. ഗൈസ് അറിയണ്ടായില്ല. സാരല്ല, നമ്മൾക്ക് കഴിച്ച് അങ്ങോട്ട് സെറ്റാക്കാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാനുള്ള ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ടാറ്റാ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോ. വലിയ കാശല്ലോ ഒന്നുമില്ലല്ലോ, ഒന്ന് ചെയ്യാൻ.